ലക്ഷ്യം ഓട്ടം തികയ്ക്കണം, എന്നെ ഏൽപ്പിച്ച ദൗത്യം ചെയ്ത് തികയ്ക്കണം. എന്നെ ഈ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ എന്നോട് ചെയ്ത ഉടമ്പടികൾ ചെയ്തൊരു ദൈവമുണ്ട്, എന്നോട് വാഗ്ദത്തം പറഞ്ഞ ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ സന്നിധിയിൽ എന്റെ ദൗത്യം പൂർത്തീകരിക്കണം. വീഴുന്നു. ഞാൻ കഴിഞ്ഞ നിമിഷം പറഞ്ഞതുപോലെ ഒരു പാസ്റ്റർ നമുക്ക് വേണ്ടി കാൽവരി യാഗമായി തരുന്നത്, ഒരു അപ്പോസ്തലന്മാരല്ല, ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു മാത്രമാണ് കാൽവരി യാഗമായി തീർന്നത്. ഹല്ലേലൂയ. സ്വന്തം രക്തം തന്ന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്, അവന്റെ രക്തത്തിന്റെ ശക്തി ഓരോ സമയവും നമ്മിൽ സ്പ്രെഡ് ആയെങ്കിൽ മാത്രമേ ഈ ലോകത്തിന്റെ പ്രഭുവിനെ ജയിക്കുവാൻ കഴിയത്തുള്ളൂ. നാം ആത്മാവിൽ ആരാധിക്കുമ്പോൾ അവന്റെ സാന്നിധ്യം മാത്രമല്ല, നിയമത്തിന്റെ രക്തം നമ്മുടെ മേൽ ഹല്ലേലൂയ മുദ്രയായി 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 ഓരോ നിമിഷവും അത് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാണ്? അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞത്, ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും രക്ഷയെ പുതുക്കിക്കൊള്ളുവീൻ. ഹല്ലേലൂയ. ഇത് പുതുക്കുമ്പോൾ, രക്ഷയെ പുതുക്കുമ്പോൾ രക്തത്തിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുകയാണ്. ആ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചാണ് നമ്മൾ വന്നുപോയ കുറവുകളെ, സംസാരത്തിൽ, ചിന്തകളിൽ, നോട്ടങ്ങളിൽ, ഹൃദയവിചാരങ്ങളിൽ വന്നുപോയ കുറവ് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് അടുക്കുന്നത്. അടുക്കുന്തോറും രക്തത്തിന്റെ ശക്തി നമ്മിൽ വർദ്ധിച്ചു വന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം, അതേ ഒരു ആത്മബലത്തിലേക്ക് എത്തുകയാണ്. രണ്ടാമത് അതേ മനുഷ്യന്റെ ബലം പ്രാപിപ്പാനാണ് നാം ഇവിടെ വായിച്ച യോഹന്നാൻ 6-ാം അധ്യായം 53, 54, 55, 56 വാക്യം വേഗത്തിൽ നിർത്തി വായിച്ചോ. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. അപ്പോ അകത്തെ മനുഷ്യന്റെ ജീവന് വേണ്ടി, ആത്മമനുഷ്യന്റെ ബലത്തിന് വേണ്ടി അവന്റെ രക്തവും വീഞ്ഞും കുടിക്കുകയാണ്, മാംസവും ഭക്ഷിക്കുകയാണ്. അതാണ് എന്റെ രക്തം സാക്ഷാൽ പാനീയമാകുന്നു. പാനീയയാഗമായി അർപ്പിച്ചു പറയുന്നു, സാക്ഷാൽ പാനീയമാകുന്നു. ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുന്ന ദൈവശക്തി ലഭിക്കുകയാണ്. പിന്നെയോ ഇത് സാക്ഷാൽ എന്റെ ശരീരമാണ്. ലോകത്തിന് വേണ്ടി തന്നത്, എടോ മന്ന കൊടുത്തത് മോശയല്ല, എന്റെ ദൈവമെന്ന യേശു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലഭിച്ച നന്മകളൊക്കെയും അതിന്റെ ഉറവിടമായിരിക്കുന്ന പിതാവിൽ നിന്ന് പുത്രനായ ക്രിസ്തുവായി നമ്മുടെ കരങ്ങളിൽ എത്തിച്ചുവെങ്കിൽ അത് പ്രാപിപ്പാൻ, അത് അനുഭവിപ്പാൻ തക്കവണ്ണം, ആസ്വദിപ്പാൻ തക്കവണ്ണം നാം അടുത്തു ചെല്ലേണ്ടത് ആവശ്യമായിരിക്കുകയാണ്. പലപ്പോഴും ആരും എടുക്കാത്ത ഒരു വാക്യം പ്രവാദത്തിൽ പരിശുദ്ധാത്മാവ് തരുവാനായി തരുന്നു. സംഖ്യത്തിന്റെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ ഹല്ലേലൂയ ഒരു വളരെ വ്യക്തമായ മർമ്മമാണ് കിടപ്പുണ്ട്. ഒന്ന് വായിച്ചോ. എളിയവർ തിന്നു തൃപ്തന്മാരായി യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. ഹല്ലേലൂയ. എന്തെങ്കിലും മനസ്സിലായോ നിങ്ങൾക്ക്? എളിയവർ അപ്പവും വീഞ്ഞും തിന്ന് തൃപ്തി പ്രാപിക്കണം. ദൈവവചനം തിന്ന് ആത്മീയ മന്ന ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കണം. എളിയവർ തിന്ന് തൃപ്തി പ്രാപിക്കും. അടുത്തത് യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കും. അതാണ് ലോകത്തിലെല്ലാം പ്രശ്നങ്ങളാണ്. എവിടെ നോക്കിയാലും വേദനകൾ, എവിടെ നോക്കിയാലും വ്യതകൾ, എല്ലാ കഷ്ടപ്പാടും വ്യാധിക്കങ്ങൾ മാത്രം പറയുന്ന ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയി യാത്ര ചെയ്ത് അടുത്തൊരു ഒഴിവോ ഒത്തിരി പ്രതീക്ഷകളുമായി പ്രത്യാശ നൽകുന്ന ദൈവത്തിൽ ആശ്രയിച്ച് ഓടാമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ അടുത്ത നിമിഷം ഇതാ ആപത്തനർത്ഥങ്ങൾ, വ്യതകൾ, വേദനകൾ, പരാജയത്തിന്റെ പടുകൂറ്റൻ വൻമലകൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് മതിൽ കെട്ടുന്നത് പോലെ നന്മയെ നശിപ്പിച്ച്, ആരോഗ്യത്തെ ക്ഷയിപ്പിച്ച്, ജീവിതത്തെ ഒതുക്കുവാൻ നോക്കുന്ന വെല്ലുവിളികൾ വരുമ്പോ ദൈവ പൈതലേ, അതിന്റെ നടുവിൽ ഹല്ലേലൂയ ആണ് ഒരു യുദ്ധ പ്രാർത്ഥന ഉയർത്തേണ്ടത്. അതൊരു സാധാരണ പ്രാർത്ഥനയാകരുത്, അതൊരു യുദ്ധ പ്രാർത്ഥനയായി മാറണം. എന്താണ് യുദ്ധ പ്രാർത്ഥന? അതിനകത്ത് എല്ലാം പൊട്ടും, താമ്രവാതിലുകൾ തകരും, ഇരുമ്പോളാമൽ ഖണ്ഡിച്ച് കളയും. ഓരോ ദിവസവും നമുക്ക് നേരെ ഉയരുന്ന തീയമ്പുകളെ ആ വിധത്തിൽ പൊട്ടിച്ചെറിഞ്ഞ് പ്രാർത്ഥിച്ച് രാവാക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു.
അതുകൊണ്ട് ദൈവമേ നീ എന്റെ ദൈവം, അധികാരത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരുന്ന ദേശത്ത് എന്റെ ഉള്ള നിനക്കായി ദാഹിക്കുകയാണ്. പാട്ടുകാരൻ പാടി, രാത്രിയിൽ ഞാൻ അപ്പൻ കയ്യിൽ ഉറങ്ങുമ്പോൾ എന്തു സുഖം, ഉഷസ്സിൽ ഞാൻ കയ്യാവാനാ ഉണർന്നുകൾ പാട്ടു പാടും, ഉഷസ്സിൽ ഞാൻ കയ്യാവാനാ ഉണർന്നുകൾ പാട്ടു പാടും. തിരമാല അലയ്ക്കുമ്പോ ഓളങ്ങേറാൻ മുങ്ങിടാതെ, തിരമാല അലയ്ക്കുമ്പോ ഓളങ്ങേറാൻ മുങ്ങിടാതെ, എത്തിയിലും ഞാൻ നിത്യാനാടാ ശോഭന തുറമുഖത്തിൽ, എത്തിയിലും ഞാൻ നിത്യാനാടാ ശോഭന തുറമുഖത്തിൽ. അവിടെ എത്തും വരെ നമുക്കൊരു യുദ്ധമുണ്ട്. ഇതിനെക്കുറിച്ച് പൗലോസ് പറയുന്നു, നമുക്കൊരു പോരാട്ടമുള്ളത് ജനയുദ്ധമല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ അധിപതിയോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനയോടുമാണ് എന്ന് പൗലോസ് പറയുവാനിടയായി തീർന്നു. ഇപ്പോ വായിച്ചോ സങ്കീർത്തനം 22-26 ഒരു കൂടെ വായിച്ചോ. എളിയവർ തിന്ന് തൃപ്തന്മാരാകും, യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം എപ്പോഴും സുഖത്തോടെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. ഹൃദയത്തിലാണ് സുഖമുണ്ടാകുന്നത്. മനുഷ്യർ പറയുന്ന മനസ്സിന് ഒരു സുഖവുമില്ല. ശരീരത്തിന് പ്രശ്നമൊന്നുമില്ലെങ്കിലും മനസ്സിന് ഇത്തിരി അസുഖം ഉണ്ടെങ്കിൽ ഒരു മൗനതയായിരിക്കും, ഒരു മ്ലാനതയായിരിക്കും, ഒരു നിരാശ പറഞ്ഞ മൂകത നിറഞ്ഞ ഒരു ജീവിതമായി കാണപ്പെടാൻ കഴിയും. എന്തിനെങ്ങനെ ഇരിക്കുന്നത്? എന്ത് പറയാനാ? രോഗമൊന്നുമില്ല, മനസ്സിന് ചില ദിവസങ്ങളായിട്ട് ഒരു സുഖം, ഒരു സ്വസ്ഥത. മനസ്സിൽ സുഖം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എല്ലാ മേഖലയും സുഖം യാതൊരിക്കത്തുണ്ട്. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ നിന്റെ മുഖപ്രകാശം രക്ഷ ചെയ്യും. ആ മുഖപ്രകാശ രക്ഷ തരുന്ന അപ്പൻ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാൻ അതിനാ ദൈവധ്യാനവും പ്രാർത്ഥനയും ബലപ്പെടലും. ദൈവമല്ലേ, അതെപ്പോ ഒരു മനുഷ്യന്റെ ജീവിതം ലഭിക്കാതെ പോകുന്നു, അവൻ നിരാശയിലേക്കാണ്ട് പോകും. ആ വ്യക്തി വേദനകളുള്ള വ്യക്തിയായി മാറും. ആകുല ചിന്തകൾ ഭരിക്കുവാൻ തുടങ്ങും. നിരാശ വേട്ടയാണ്. പ്രാർത്ഥന പതുക്കെ കുറയും, ആരാധന ബന്ധങ്ങൾ കുറയും. ജീവിതത്തെ വല്ലാതെ അലയടിച്ച് തിരമാല പൊങ്ങുന്ന പോലെ നിരാശ പൊങ്ങിക്കൊണ്ടിരിക്കും. ആരും എന്നെ മനസ്സിലാക്കുവാനില്ല എന്ന പദം പതുക്കെ പതുക്കെ ഉയർന്നു വരും. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നോക്ക്, ആത്മാവിൽ കയറി വരുന്ന ഒരുവൻ, ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ, വചനത്തിൽ നിലനിൽക്കുന്ന ഒരു ദൈവ പൈതൽ, ആ എളിയവർ തിന്ന് തൃപ്തന്മാരാകും, യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടെ ഇരിക്കട്ടെ. എന്നാൽ യെശയ്യാവിന്റെ പ്രവചനം 25-ാം അധ്യായം 8 വാക്യങ്ങൾ വായിച്ചു. യെശയ്യാ പ്രവാചക പുസ്തകം 25:25-6-7-8. സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ സകല ജാതികൾക്കും ആരും യഹൂദനും യവനനുമൊന്നില്ല, ശകൻ ബലവനൊന്നില്ല എന്ന് പൗലോസ് പറയാൻ കാരണം വായിച്ചോ വാക്യം. സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ സകല ജാതികൾക്കും മിഷ്ടഭോജനം കൊണ്ടും മട്ടൂറിയ വീഞ്ഞു കൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. മേധസ്സു നിറഞ്ഞ മിഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടു നീക്കിയ തെളിച്ചെടുത്ത വീഞ്ഞു കൊണ്ടും
തെളിച്ചെടുത്ത വീഞ്ഞുകൊണ്ടും ഉള്ള വിരുന്ന് തന്നെ മട്ടു നീക്കി തെളിച്ചെടുത്ത വീഞ്ഞുകൊണ്ടും ഉള്ള വിരുന്ന് തന്നെ സകല വംശങ്ങൾക്കുമുള്ള മൂടുപടവും. ഇതങ്ങോട്ട് ചെല്ലുമ്പോ ഈ അപ്പവും വീഞ്ഞെന്ന് പറഞ്ഞ മട്ടൂരി തെളിച്ചെടുത്തെന്ന് പറയുന്നത് കാരണം ഇതിനകത്ത് ഒരു കളങ്കവും ഇല്ലാതെ അശുദ്ധിയില്ലാതെ സത്യത്തിൽ ജീവിച്ചവന്റെ സത്യത്തിന്റെ ഉടനെയാകുന്നവൻ കൊലമരത്തിൽ തകർത്തിട്ട് പറഞ്ഞു, ഇതാ യഥാർത്ഥ മട്ടൂരിയ വീഞ്ഞ്. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെ ഭക്ഷിക്കുന്നതിലെ ഈ മട്ടൂറിയ വീഞ്ഞ്. നമ്മൾ ചിലപ്പോഴൊക്കെ ജനങ്ങളെടുത്ത ഇതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പ്രവാചകന്മാർ ആത്മാവിൽ കണ്ടിട്ട് പ്രവചിച്ചു വെക്കുകയാണ്, ഇതിന്റെ പേര് മട്ടൂറിയ വീഞ്ഞെന്നാ. നിഷ്ഠബോധമെന്ന അടുത്ത് സകല വംശങ്ങൾക്കുമുള്ള മൂടുപടവും സകല ജാതികളുടെയും മേൽ കിടക്കുന്ന മറവും അവൻ ഈ പർവ്വതത്തിൽ വെച്ച് നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കുഞ്ഞേ, ഈ പ്രാർത്ഥനയാകുന്ന പർവ്വതം ഞാൻ എന്റെ കണ്ട പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം ഇവിടെ നിന്ന് വരും. എന്റെ സഹായം ആകാശവും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ എന്ന് വരുന്നത് ചെയ്തില്ലേ? ആ നാഥന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോ വെളിപ്പാടിന്റെ ദർശനത്തിന്റെ ഉറവ കഴിഞ്ഞ വിഷയം പറഞ്ഞതുപോലെ തുറക്കപ്പെടും. അത് ജാതികൾക്ക് പ്രകാശമായി മാറും. പട്ടണം ശമരിയ പട്ടണം സന്തോഷിപ്പാൻ കാരണമായി തീർന്നത് ഇരുളഞ്ഞ ഭൂഖണ്ഡങ്ങൾക്ക് വെളിച്ചമായി മാറി. അതെവിടെയാ ലഭിക്കുന്നത്? അത് മട്ടൂറിയ വീഞ്ഞെന്നാ പറയുന്നത്, തെളിച്ചെടുക്കുന്ന പറയുന്നത്, മിഷ്ടാന ഭോജനം എന്നാ പറയുന്നത്. പ്രവാചകൻ തീർന്നില്ല, ഇനിയും പറയുന്നുണ്ട് രണ്ട് കാര്യം കൂടി. അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കി. ഇത് കഴിക്കുന്നത് മരിക്കാൻ വേണ്ടിയല്ല, മരിച്ചു ജീവിക്കുവാനല്ല ഇത് കഴിക്കുന്നത്. പിന്നെയോ മരിക്കാതെ ജീവിക്കാൻ വേണ്ടിയാ. അപ്പൊ മരണമില്ലേ? എടോ, ഞാൻ പറഞ്ഞത് ശാരീരിക മരണമല്ല, ആത്മാവിന് മരണമില്ലെന്നാ. ഈ ശരീരത്തിൽ ജനിച്ച ഒരു മരണമുണ്ട്, എന്നാൽ ആത്മാവിന് മരണമില്ല. ആത്മാവിന് മരണമില്ലാതെ ജീവിക്കണമെങ്കിൽ അവൻ ശരീരത്തിരിക്കുമ്പോൾ നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കുമെന്ന് പറഞ്ഞ കർത്താവിന്റെ സന്നിധിയിൽ അവൻ മട്ടൂറിയ വീഞ്ഞ് കുടിച്ച് അവന്റെ ശരീരമായി പുനരുദ്ധാനത്തിന്റെ ശക്തിയാൽ അവൻ ആത്മബലം പ്രാപിച്ച് അതാ പൗലോസിന്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. അങ്ങനെ ജാതികളിൽ അവരെ ഭരിക്കുന്ന, അവരെ പീഡിപ്പിക്കുന്ന, വ്യക്തിയെ രോഗിയാക്കുന്ന, ബലഹീനമാക്കുന്ന ദൈവസഭയെ എതിരെ എഴുന്നേൽക്കുന്ന തീയമ്പുകളെ കണ്ട് ആത്മാവിൽ പൊരുതി പ്രാർത്ഥിക്കുവാൻ വേണം അവർ വെളിപ്പാടിലേക്ക് കയറും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ രാജാവിന്റെ കൊട്ടാരത്തിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ മുഴുവനും പ്രാർത്ഥിക്കുന്ന എലീശ കണ്ടു. അതിനെതിരെ അവൻ ഇസ്രായേൽ മക്കൾക്കെതിരെ സംരക്ഷണം ഒരുക്കി. ദൈവസഭയ്ക്കെതിരെ, ദൈവ മക്കൾക്കെതിരെ, കുടുംബങ്ങൾക്കെതിരെ പ്രാർത്ഥനയിൽ കോട്ട കെട്ടി പ്രാർത്ഥിക്കുന്നവരെ അവര് പറയും, മറ നീങ്ങിപ്പോയി, ഇനി പറ്റത്തില്ല. ഇന്നലെ നിങ്ങൾക്ക് വെളിപ്പാടിലായിരുന്നു, ഇന്നവരെ ആത്മാവിലെ ആരാധനയായിരുന്നു. ഇന്ന് ഞാൻ ആത്മാവിൽ ആരാധിക്കുന്നത് ഇരുട്ടിന്റെ അധികാരങ്ങളെ തകർത്തെറിഞ്ഞ് ബലം പ്രാപിച്ച് പുറത്തു വരാനാണ്. ഈ പരിപാടി, ഈ പദ്ധതി എന്റെ കുടുംബത്തിൽ നടക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, സ്ഥിരമാനസൻ യഹോവയിൽ പൂർണ്ണ ആശ്രയം വയ്ക്കുകയാൽ ഞാൻ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. അങ്ങനെ യഹോവയിൽ ആശ്രയിച്ച് ദൈവിക വെളിപ്പാടിൽ കയറി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതൽ, ദൈവകൃപയിൽ നിലനിൽക്കുന്ന ഒരു ദൈവപൈതൽ, ദൈവിക അഭിഷേകത്തിൽ നിലനിൽക്കുന്ന ഒരു ദൈവപൈതൽ, അവൻ ആത്മാവിൽ ഓരോ സമയവും തകർക്കപ്പെടുകയല്ല, അവൻ ബലം പ്രാപിച്ച് ആത്മാവിൽ വളർന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ! ജ്വലിച്ചു പ്രകാശിച്ചുകൊണ്ടിരിക്കും. ഇതല്ലേ കഴിഞ്ഞ പലപ്പോഴും ഞാൻ പറയും, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കായിരുന്നല്ലേ? നിങ്ങൾക്ക് വളരെ ഇപ്പോ പരിപാടിയാണ്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ആത്മാവിൽ കയറി പ്രാർത്ഥിച്ചാൽ ഒരു മനുഷ്യന്റെ ചിന്തകൾ, നിരൂപണങ്ങൾ, കഴിഞ്ഞ കാലങ്ങൾ, ജീവിതങ്ങൾ, ഭാവി, ഭൂത, വർത്തമാന കാലങ്ങൾ വിളിച്ചറിയിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരും. അതാ ആ ഒരു വെളിപ്പാടാണ് ജാതികളെ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതാണ് സംഗീതം. സകല ജാതികളും അവരെ കൈകൊണ്ടുപോയി എന്ന് സംഗീതക്കാരൻ പറയുവാണ്. ദൈവമേ, ഞാൻ പറയട്ടെ,
മട്ടൂറിയ വീഞ്ഞുകൊണ്ട്, ഒരു മൃഷ്ടാന ഭോജനം കൊണ്ട് ഒരു വിരുന്നുണ്ടാണ്. വിരുന്ന് ഭക്ഷിക്കുവാനെത്തിയവരെ നിങ്ങൾ സാധാരണക്കാരായി ഭക്ഷിക്കരുത്. അസാധാരണ വ്യക്തിയായി മാറണം ഇത് ഭക്ഷിച്ചു കഴിയുമ്പോൾ. ഇത് ശരീരത്തിന്റെയും ആത്മാവിന്റെയും വിടുതൽ മാത്രമല്ല, ഈ ലോകത്തിന്റെ പ്രഭുവിനെ നോക്കുമ്പോൾ കഴിച്ചു പറഞ്ഞില്ലേ, രക്തത്തിന്റെ ശക്തി ഇറങ്ങി വന്നിട്ട് അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തി പുഷ്ടിയുള്ളതാക്കി മാറ്റി ജയത്തോടെ നടത്തുന്ന പ്രക്രിയയാണ്. അതുകൊണ്ട് ഈ പ്രക്രിയയിൽ സ്നാനപ്പെട്ട ഒരു കുഞ്ഞും മാറി നിൽക്കരുത്. എവിടെയെങ്കിലും എന്തെങ്കിലും വീഴ്ച സംഭവിച്ചെന്ന് തോന്നിയാൽ, കുറവുകളുടെ തോന്നിയാൽ ഏറ്റുപറഞ്ഞ് പറയണം, കർത്താവേ, ഞാൻ എന്റെ ശരീരങ്ങളെ ഭക്ഷിച്ച് ആത്മമനുഷ്യൻ അകത്തെ മനുഷ്യ ശക്തിയോടെ ബലപ്പെട്ട് ക്രിസ്തുവിന് സമം ക്രിസ്തുവായി ഭൂമിയിൽ വാഴുവാൻ ജീവിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ കുറവുകളെ ക്ഷമിച്ച് അപ്പാ ഞാനിത് ഭക്ഷിച്ച് ബലപ്പെട്ട് ആത്മാവിൽ ജ്വലിപ്പാൻ എന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണം. ഇതുവരെ പ്രാർത്ഥിക്കാത്തവർ പ്രാർത്ഥിക്കുമ്പോൾ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ. യെശയ്യാവ് 55-ാം അധ്യായം 1 മുതൽ 3 വരെ കൂടെ നോക്കി. എന്തായാലും പ്രവചനത്തിലേക്ക് കയറിയല്ലോ, നമുക്ക് ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. പ്രവാചകൻ അടുത്തെന്ന് പറയുന്നത് നോക്കാം. യെശയ്യാവ് 55 1 മുതൽ 3 വരെ. അല്ലയോ ദാഹിക്കുന്ന ഏവരുമേ, ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, പണമുള്ളവർക്ക് മാത്രമല്ല ആരാധന, ഇതൊന്നുമില്ലാത്തവർക്ക് ആരാധന. ദ്രവ്യമില്ലാത്തവരെ വരുവി, വന്നു വാങ്ങി തിന്നുവി. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുക. വീഞ്ഞും മായമില്ലാത്ത പാലാകുന്ന ദൈവവചനവും വാങ്ങി ഭക്ഷിക്കുക. അപ്പമില്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത്. തൃപ്തി വരാത്തതിന് എത്രയും കാലം കൊണ്ട് പണം ചെലവാക്കുന്നു. എന്നാൽ സംതൃപ്തിയുടെ ജീവിതത്തിന് ഉടമയായി മാറുവാൻ. അല്ലയോ ദാഹിക്കുന്ന ഏവരുമേ, ദ്രവ്യമില്ലാത്തൊരുമേ വരുവേ, വാങ്ങി തിന്നുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ ഞാൻ പറഞ്ഞത്, ആരും മാറി നിൽക്കേണ്ടതില്ല. നമ്മെ തന്നെ പരിശോധിക്കാം, നമ്മെ ശോധന ചെയ്യാം, ഒന്നുകൂടി ശുദ്ധീകരണം ഏൽപ്പിക്കാം, ഭക്ഷിച്ച് ആത്മാവിൽ ബലപ്പെടാം, മരിക്കാതെ ഈ ഭൂമിയിൽ ജീവിക്കാം, മരണമില്ലാത്ത നാട്ടിൽ. ഹല്ലേലൂയ. മധ്യാകാശത്തെങ്കിൽ പുതിയ ആകാശവും പുത്തൻ ഭൂമിയിൽ പറയും എന്ന് പറഞ്ഞാൽ ഇന്ന് കാണപ്പെടുന്നൊക്കെയും ചേഞ്ച് ആകും. പുത്തനാമരുശലേമിൽ, പുതിയ യെരൂശലേമിൽ. ഹല്ലേലൂയ, സ്തോത്രം. അതേ നമുക്ക് ജീവിക്കാം. ആ ഇടത്ത് 1000 ആണ്ട് കൂടെ വാഴാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കട്ടെ, ഈ അപ്പനോടൊപ്പം വാഴുവാൻ, ജീവിപ്പാൻ, ഹല്ലേലൂയ, എത്ര പേർ പറയും, കർത്താവേ, എന്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന വ്യതകളും വേദനകളും കഷ്ടപ്പാടുമൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിലും സകല ബുദ്ധിയെ കവിയുന്ന ദൈവ സമാധാനം തന്ന് എന്നെ നടത്തുന്ന നാഥനെ ചിലത് കാണുവാൻ, അനുഭവിപ്പാൻ, പ്രാപിപ്പാൻ എനിക്ക് തന്നിരിക്കുന്ന ശ്രേഷ്ഠമായ അനുഭവങ്ങളെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നപ്പാ. എനിക്ക് കൂടെ നടക്കാൻ, ഹല്ലേലൂയ, പലപ്പോഴും പ്രാപ്തിയില്ല. എന്റെ കരം പിടിച്ചു നടത്തുവാൻ, എന്നോടുകൂടെ വരുവാൻ, എന്നിൽ അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ള നാഥനെ, എന്നെ അവിടുത്തെ സാന്നിധ്യം നഷ്ടപ്പെടുന്ന ഒന്നും എന്റെ ജീവിതത്തിൽ വരാതോണം കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ ഓരോ സമയവും സമർപ്പിക്കുവാൻ, ഏൽപ്പിക്കപ്പെടുവാൻ ഹാലിലാക്കി കഴിയും. കഴിഞ്ഞാൽ ഞാൻ പറയും, നിങ്ങളാണ് ജയാളികൾ, നിങ്ങളാണ് ജയാളികൾ. നിങ്ങൾ തോറ്റവന്റെ മക്കളല്ല, ഞാൻ പറയും ജയിച്ചപ്പന്റെ മക്കളാണ്. എന്താ ജയിച്ചത്? ലോകം, ജഡം, സാത്താനെ ജയിച്ചു. ലോകം പറഞ്ഞു ഇതോടെ തീർന്നു, യേശു എന്ന നാമം. അവന്റെ പേര് തീർന്നു, അവന്റെ പദ്ധതി തീർന്നു, അവന്റെ അത്ഭുതം തീർന്നു, അവന്റെ ഭൂതശാന്തി തീർന്നു, രോഗശാന്തി തീർന്നു, ആരെങ്കിലും കൂടുതൽ കാഴ്ച കൊടുത്ത പരിപാടി തീർന്നു, ബന്ധം കഴിച്ച പരിപാടി, പദ്ധതി എല്ലാം പൊളിഞ്ഞു. അവർ വിചാരിച്ചു ക്രൂശ് മാത്രം തീരുമെന്ന്. ഹല്ലേലൂയ. ക്രൂശിൽ മരിച്ച ആത്മനാഥൻ മഹാന്മാരുടെ കല്ലറയാകുന്ന അരിമത്തിൽ യോസഫിന്റെ കല്ലറയിൽ അടക്കി സുഗന്ധവർഗ്ഗങ്ങൾ പൂശി 3-ാം ദിവസം കല്ലറയെ ഛേദിച്ചുകൊണ്ട് പുറത്തുകൊണ്ട് പറഞ്ഞു, അവനെ നിങ്ങൾ മരിച്ചവരുടെ അന്വേഷിക്കുന്നത്, അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലിയിലേക്ക് പോയിരിക്കുകയാണ്, അവിടെ നിങ്ങൾ അവനെ കാണും.
ഹല്ലേലൂയ. ആ യേശു ഇന്നും ജീവിക്കുന്നു ആത്മാവിൽ. ആ യേശു ഇരിക്കുന്ന രാജ്യത്തിൽ ഇരുത്തുവാൻ യോഹന്നാൻ 14 പറഞ്ഞു, നിങ്ങളെ കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു പറഞ്ഞു. ഞാൻ പോയി സ്ഥലമൊരുക്കുകയാണ്. ഞാൻ പോയി സ്ഥലമൊരുക്കിട്ടോ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് വന്ന് ചേർത്തുകൊള്ളും. യേശുവിന്റെ ക്രൂശടയാളം പ്രാപിച്ച ക്രൂശിന്റെ സാക്ഷികളായി മാറിയ ദൈവപൈതലേ, അവന്റെ രക്തത്താൽ പാപം കഴുകി വിശുദ്ധീകരണത്തിലേക്ക് വന്ന ദൈവപൈതലേ, നീ ഒരു സാധാരണ വ്യക്തിയല്ല, നീ ഒരു അസാധാരണ വ്യക്തിയാണ്. നീ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ക്രിസ്തുവിന്റെ രാജ്യത്തിൽ അവിടെ വാഴേണ്ട വ്യക്തിയാണ്. നിന്നെ ലോകം ഒരുപക്ഷെ മനസ്സിലാക്കി കാണത്തില്ല. ലോകം നിന്നെ കളിയാക്കുമായിരിക്കും. ലോകക്കാർ നിനക്കെതിരെ അപവാദത്തിന്റെ ശബ്ദങ്ങൾ ഉയർത്തിയിരിക്കുക. ലോകം കല്ലെറിയുന്നത് പോലെ നിനക്കെതിരെ പ്രശ്നങ്ങൾ ഉയർത്തുകൊണ്ടിരിക്കുക. ഈ ലോകത്തിന്റെ പ്രഭുവായവൻ നിന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്താ? നിന്റെ കണ്ണീര് തുടയ്ക്കുവാൻ ഒരുവനുണ്ട്. വെളിപ്പാട് 21:3 പറയുന്നു, ഇതാ നമ്മോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവമേ, ഹല്ലേലൂയ. അവനോട് കൂടെ വാഴുവാൻ വിളിക്കപ്പെട്ടവരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരെ, സ്നാനത്താൽ എഫെസ്യർ 2:6-7 പറയുന്ന പോലെ ഇരിപ്പ് സ്വർഗ്ഗത്തിലാക്കിയവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഒരു സാധാരണ വ്യക്തിയല്ല, ഒരു അസാധാരണ വ്യക്തിയാക്കി മാറ്റുവാനാണ് കാലിൽ നിങ്ങൾക്ക് വേണ്ടി, എനിക്കും നിങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ മശിയ തറക്കപ്പെട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ മാനിക്കപ്പെടുവാൻ കാരണമായി തീർന്നത് നമുക്ക് വേണ്ടി ഒരുവൻ പകരക്കാരനായി തീർന്നു. അതുകൊണ്ട് അത്രേ. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം, യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കാമോ? ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ഒരിക്കലും വായിച്ചോ. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ, ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന ഉറവയാകുന്നു. ഇതാ പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ ഒഴുകും. യേശുവിൻ ആത്മാവിനെ പാനം ചെയ്യുന്ന ദൈവമേ, നിന്നിൽ നിന്ന് ഒഴുകണം. അതാ ഞാൻ പറഞ്ഞത്, ഓരോ ദിവസവും രക്തത്തിന്റെ ശക്തി നിന്നിലേക്ക് നീ രക്ഷയെ പുതുക്കി ആത്മാവിൽ കയറുമ്പോ നീ പ്രാപിച്ച അഭിഷേകമുണ്ടല്ലോ, അത് തീയായി നിന്നിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും. അത് ചിലരെ തകർക്കാൻ തുടങ്ങും, അത് ചിലരെ ഉടയ്ക്കാൻ തുടങ്ങും. താൻ പ്രവാദം തകർക്കും, ഇരുമ്പോടവനെ ഹണ്ണിക്കും. ഹല്ലേലൂയ. മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവശക്തിയായത് മാറും. വനങ്ങളെ തോലിരിക്കുന്ന ദൈവശക്തിയായി മാറും. അടയപ്പെട്ട വാതിൽ നിന്റെ മുമ്പിൽ തുറക്കപ്പെടും. വാതിൽ അടയപ്പെടാതിരിക്കുന്നതിന് നിന്റെ കരത്തെ പിടിച്ചുകൊള്ളും. നീ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന, ഞരങ്ങുന്ന കുരുകിനെ പോലെ, മൂകയെ പോലെ മൂളിക്കരയുമ്പോൾ, നീ ഞരങ്ങി പ്രാർത്ഥിക്കുമ്പോൾ, നിന്റെ പ്രാർത്ഥന ശബ്ദം കേൾക്കുവാൻ, നിന്റെ നിലവിളിയെ കാണുവാൻ, നിന്നെ മനസ്സിലാക്കുവാൻ ആരുമില്ലായിരിക്കാം. പക്ഷേ രാജാവി രാജാവും കർത്താവി കർത്താവുമായവർ മഹത്വത്തോടെ നിങ്ങൾ ആരാധിപ്പാൻ ഇറങ്ങി വരേണ്ടതിന് നീ മാനവത്രമായി മാറുകയാണ്. ഹല്ലേലൂയ. ഓരോ ദിവസവും ഒരു മാനപാത്രമായി മാറുകയാണ്. നിന്നിലേക്ക് ശ്രദ്ധിക്കുന്ന ഹീനപാത്രങ്ങൾ മാനപാത്രമായി മാറുവാൻ തുടങ്ങും. അതാണ് മൂടുപട നീങ്ങിയ മുഖത്ത് ക്രിസ്തുവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ക്രിസ്തുവിന്റെ അതേ പ്രതിമയായി വെളിപ്പെടും എന്ന് പറയുവാൻ കാരണമായി തീർന്നത്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യത്തിലേക്ക് കൂടെ പോകാം. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യം. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന. ഏതായി നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരം? അത് ഭക്ഷിക്കാൻ വന്നിരിക്കുന്നത്.
അത് ഭക്ഷിക്കാൻ വന്നിരിക്കുന്ന നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, മായമില്ലാത്ത പാലാകുന്ന ദൈവവചനം. രണ്ട്, അവന്റെ കരങ്ങളാൽ നടത്തി സ്ഥാപിച്ച തിരുവത്താഴ്ച ലഭിച്ചില്ലേ അപ്പം. മൂന്ന്, വീഞ്ഞ്. ഇതകത്തെ മനുഷ്യപരമുള്ളതാ. ദൈവവചനവും അഭിഷേകത്തിന്റെ ആഴമേറിയ തലവും. അതാ എബ്രായർ 9:9 പറഞ്ഞത് ആനന്ദ തൈലത്തിന്റെ അഭിഷേകമെന്ന്. അത് സൂക്ഷിക്കണം. മട്ടൂറിയ വീഞ്ഞ്, മനസ്സിലായോ? അത് കുടിക്കണം. ആത്മാവിൽ ചെന്ന് തുള്ളി ചാടുന്നില്ല. പറയണം, എന്തിനാ ഈ പെണ്ണ് കിടന്നിങ്ങനെ ചാടണത്? എന്തിനാ ഈ ചെറിയ കളവ കിടന്നിങ്ങനെ തുള്ളണത്? ഇതൊക്കെ ആളുകൾ പറയും. നിങ്ങൾ കേൾക്കുമ്പോൾ പേടിക്കരുത്. അകത്തു ആനന്ദമുള്ളോ തുള്ളും. മച്ചിയെന്നാ പറഞ്ഞത് എലിസബത്തിനെ. പക്ഷേ മറിയുടെ വന്ദനസ്വരം കേട്ടപ്പോ അകത്ത് പിള്ള തുള്ളിയെന്നായിരിക്കുന്നത്. അഭിഷേകം ഉള്ളവൻ വരുമ്പോ, അഭിഷേകം നിങ്ങളുടെ വരുമ്പോൾ, ഉള്ളിൽ വരുമ്പോ, തുള്ളാത്തവൻ തുള്ളും, ചാടാത്തവൻ ചാടും, അനങ്ങാത്തവൻ അനങ്ങും, ആരാധിക്കാത്തവൻ ആരാധിക്കും. അതാ ഞാൻ പറയുന്നു, ആത്മാവ് വരുന്നത് നിന്റെ മേൽ വരുന്നെങ്കിൽ നീ പിടിച്ചു നിൽക്കരുത്. നീ തുള്ളിച്ചാടി ആരാധിച്ചോ, നീ ദൈവത്തിന് നന്ദി പറഞ്ഞോ. കാരണം എന്താണ്? ആത്മാവ് സകലത്തെയും കാണുകയാണ്. സകല ഉള്ളങ്ങളെയും രൂപാന്തരപ്പെടുത്തുന്ന ആത്മാവ്. ഓ, മുറിവുകളെ കെട്ടുന്ന അഭിഷേകം. അതാ ആനന്ദ തൈലത്തിന്റെ അഭിഷേകം. എളിയവരോട് സന്തോഷത്തോടെ ഘോഷിപ്പാൻ യഹോവയുടെ അഭിഷേകത്തിലേക്ക് കൊണ്ടോ യഹോവയുടെ ആത്മാവ് എന്റെ മേലുണ്ടെന്നാണ് യെശയ്യാവ് പ്രവചിക്കുന്നത്. ആത്മാവ് വരുമ്പോ ആരാനങ്ങാതിരിക്കുന്നേ? ആരാ സന്തോഷം പ്രകടമാക്കാതിരിക്കുന്നേ? കുഞ്ഞുങ്ങൾ കേൾക്കുകയാണ് 2 വർഷം 4 വർഷം 5 വർഷം അല്ലെങ്കിൽ 8 വർഷം കഴിഞ്ഞ് വിദേശത്ത് നിന്ന് മടങ്ങിയെത്താൻ പോകുന്ന അപ്പം വരുന്നു എന്ന് ഈ പിള്ളേര് രാവിലെ കഴിച്ച് കൈ കെട്ടിയിരിക്കുമോ? പിന്നെ എന്ത് ചെയ്യും? അവർ ഭയങ്കര ഏതൊക്കെ നിലകളിൽ അവരെ തന്നെ ഒരുക്കും. വീടും സ്ഥലവും പരിസരവും ഒക്കെ ഒന്ന് വൃത്തിയാക്കും. അവരെ തൂക്കാത്ത വാരാത്ത പ്രാർത്ഥിക്കാൻ വരുമെന്ന് അറിഞ്ഞു. നീക്കം പറഞ്ഞ് അതുകൊണ്ടാ ചെല്ലുമ്പോ ചിലപ്പോ പിള്ളേരിങ്ങനെ അടിച്ചോണ്ടിരിക്കും. പക്ഷേ മക്കൾ ഇപ്പോഴത്തെ നേരം കൊടുത്തോളൂ, ഞാൻ അങ്ങനെ ചോദിക്കത്തുള്ളൂ. അപ്പൊ പറയാം, അമ്മ ഇപ്പോഴാ പറഞ്ഞത് ഓദേശി പ്രാർത്ഥിക്കാൻ വരുമെന്ന്. അതുകൊണ്ട് അപ്പൊ തുടങ്ങിയ പരിപാടിയാണ്. ഈ പരിപാടിയാണെങ്കിൽ വർഷങ്ങളായി കാത്തിരിക്കുകയാണ്. അപ്പൻ വരും. അറിവ് കിട്ടുന്ന മുതൽ കുഞ്ഞുങ്ങൾ എല്ലാം ക്രമീകരിക്കും. ദൈവപരിധി മറക്കരുത്. അപ്പം വരും, കേട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് വീണ്ടും വരും. സമയം എടുക്കുവാൻ അപ്പൻ വരും. ഒരുങ്ങുന്നുണ്ടോ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? അങ്ങനെ ഒരുങ്ങുന്നുണ്ടോ? ജാതികളുടെ പ്രകാശമായി മാറുന്നുണ്ടോ? നിന്നെ തന്നെ ഒരുക്കി ജീവനും വിശുദ്ധിയും കാത്ത് ഓ നീ ദൈവസഭയിൽ അംഗമായി മാറി ആത്മാവിൽ ജ്വലിക്കുന്നുണ്ടോ? അപ്പൻ വരും നിന്നെ വിളിക്കാൻ. അപ്പൻ വരും സമയം എടുക്കുവാൻ. അപ്പൻ വരും സമയമായി. ഓ ഹല്ലേലൂയ. ആത്മമനോഹരത്തിന്റെ അക്ഷരമായവൻ പ്രിയ ദൈവമേ നമ്മെ ചേർക്കുവാൻ വരുമ്പോ ഹല്ലേലൂയ ഒരുങ്ങി കാണുക. ഓ 10 പേർ ഒരുങ്ങി 5 പേരുടെ ജീവിതത്തിൽ എണ്ണയില്ലാതെ പോയതുപോലെ ആകാതെ ആത്മാവിൽ ജ്വലിക്കുന്ന ഈ മട്ടൂരിയ വീഞ്ഞു കുടിച്ചുകൊണ്ട് ബലം പ്രാപിച്ചുകൊണ്ട് ആത്മാവിൽ ജ്വലിക്കുന്ന ദൈവസഭ, ആത്മാവിൽ കയറുന്ന ദൈവസഭ, ആത്മാവിൽ ആരാധിച്ച് ബലപ്പെടുന്ന ദൈവസഭ, ഓരോ വിശ്വാസത്തോടെ കാത്തിരിക്കുന്ന ദൈവസഭ ഉറങ്ങിപ്പോകരുത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എഫെസ്യർ വന്നാൽ ഉറങ്ങുന്നവരെ ഉണർന്നു മരിച്ചവരെ എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തുവിന്റെ മേൽ പ്രകാശിക്കണം. അപ്പൊ ക്രിസ്തുവിന്റെ തേജസ്സിനാൽ മൂടപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് എത്തണമെങ്കിൽ ഹല്ലേലൂയ ഒരു ചെറിയ പരിപാടിയല്ല, ഒരു ത്യാഗപൂർവമായ ജീവിതം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, ഓരോ ദിവസവും അതിനായി ഒരുങ്ങണം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ആത്മമനോഹരൻ കർത്താവുമായവൻ വരാൻ സമയമായി. 6-ാം അധ്യായം 47-ാം വാക്യം വായിക്കാം. യോഹന്നാൻ സുവിശേഷം 6:47. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട്
പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ട് മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാൻ ആകുന്നു. സ്വർഗത്തിൽ ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവരെല്ലാം എന്നേക്കും ജീവിക്കും. ഈ അപ്പം തിന്നുന്നവരല്ല. അതാ പറഞ്ഞത്, ഇത് ശരീരത്തിന് വേണ്ടിയുള്ള പരിപാടിയല്ല, ഇത് ആത്മാവിന്റെ പരിപാടിയാണ്. എന്നേക്കും ജീവിക്കുന്നു. ഞാൻ കൊടുക്കാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകുന്നു. ആകയാൽ യഹൂദന്മാർ നമുക്ക് തന്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവന് എങ്ങനെ കഴിയുമെന്ന് തമ്മിൽ വാദിച്ചു. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. ദൂരസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ
രാജൻ തന്നിരോ